ആഗോള അയ്യപ്പ സംഗമത്തിനായി കോടികൾ ചിലവഴിക്കുമ്പോൾ ശമ്പളം കിട്ടാതെ ശാന്തിക്കാരടക്കമുള്ള ജീവനക്കാർ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങളായി. പഴയ മദ്രാസ് നിയമം നിലനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഭക്തിയും വിശ്വാസവും നിറയുന്ന ക്ഷേത്രങ്ങളിൽ പക്ഷേ ജീവനക്കാരുടെ ജീവിതം അത്ര സുഖകരമല്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലാണ് ജീവനക്കാർക്ക് ദുരിതം. ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. പെൻഡിങ്ങിലുള്ളത് 3 മാസത്തെ ശമ്പളം എൻ്റെതുണ്ട്. പിന്നെ അതിനുശേഷം മകൻ്റെ പേരിൽ വന്നിട്ട് ഇപ്പം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ 1 കൊല്ലം സെപ്റ്റംബർ വരെയുള്ളതും എനിക്ക് കിട്ടാനുണ്ട്. നമുക്ക് ഇത് ബാധകമല്ല. ശമ്പളം കിട്ടേണ്ടത് കഴിക്കും. നമുക്ക് അത്രയൊന്നും തീർച്ചപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് വിഷമമല്ലോ. പെൻഷൻ അങ്ങനെ വരിക കിട്ടുന്നില്ല. പെൻഷൻ കിട്ടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് അഡ്രസ് കിട്ടാനുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി ദേവസ്വം ബോർഡുകളിൽ നിന്നും വ്യത്യസ്തമായി പഴയ മദ്രാസ് നിയമം നിലനിൽക്കുന്നതാണ് മലബാറിലെ പ്രതിസന്ധി. അതത് ക്ഷേത്രങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതാണ് നിയമം. ഇതോടെ വരുമാനം കുറവുള്ള ക്ഷേത്രങ്ങളിൽ ജീവനക്കാർ പട്ടിണിയിലാണ്. 40 കൊല്ലമായി ഞാൻ ജോലി ചെയ്യുന്നു. ഇത് 1 കൊല്ലം 2 കൊല്ലം കൂടിയിട്ടാണ് ഇവർ കുറേശ്ശെ പൈസ തരുക. അത് 2 മാസത്തെ പൈസ തരുമ്പം 30% കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. 2 മാസത്തെ തരുക, അതിൽ നിന്ന് 30% കുറക്കും. അപ്പോൾ അങ്ങനെയായിട്ട് 18 മാസത്തെ പൈസ മെയ് 24, 25 തരാനുണ്ട്. അതിലൂടെ 21-ൽ 2 മാസത്തെ പൈസ തരാനുണ്ട്. 19-ൽ 1 മാസത്തെ പൈസ തരാനുണ്ട്. ഇതൊന്നും തരൂല. ഞങ്ങൾക്കും മക്കളെല്ലാം ഇല്ലേ, നമുക്കും ജീവിക്കണ്ടേ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്പൂതിരിൻ്റെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും 4 ജീവനക്കാരുണ്ട്. അവരെല്ലാം ശമ്പളം മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട് അവരെ പരാതികളും കൂടി നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. നിയമം മാറ്റണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സുപ്രീം കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകൾ ജീവനക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണുന്നില്ല. മലബാറിൽ പഴയ മദ്രാസ് നിയമമായതുകൊണ്ട് ഇവിടെ ഓരോ ക്ഷേത്രത്തിൽ ഇൻഡിവിജ്വൽ ഓരോ യൂണിറ്റാണ്. ആ നിയമം മാറ്റുന്നില്ല. HRNC ആക്ട് അതാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കോടതി പറഞ്ഞത്. അത് മാറ്റുന്നില്ല. ഒരു കോമൺ സ്കീം 6 മാസം കൊണ്ട് ഒരു കോമൺ സ്കീം ഉണ്ടാക്കണമെന്നും 1 കൊല്ലം കൊണ്ട് നടപ്പിലാക്കണമെന്നുമാണ് ജൂലൈ 21, 1994 വിധിച്ചത്. അത് നടപ്പിലാക്കുന്നില്ല. ആ കോമൺ ഫണ്ട്, കോമൺ സ്കീം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം തീർന്നു. 2008 രൂപീകരിച്ച മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 1401 ക്ഷേത്രങ്ങളും 6000-ലേറെ വരുന്ന ജീവനക്കാരുമുണ്ട്. ഏറിയ പങ്ക് ജീവനക്കാരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.